ഭൗതികമായ നിലക്ക് അതേ മരിക്കുന്ന സ്ഥലം എവിടെയാണെന്നോ മരിച്ചു കിടക്കുന്ന സ്ഥലം എവിടെയാണെന്നോ ചിന്തിക്കുന്നതിന് പകരം മരിക്കാൻ പോകുന്ന മനുഷ്യൻ മരണത്തിനു വേണ്ടി എന്ത് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നതാണ് ചിന്തിക്കേണ്ടത്. ഖബർസ്ഥാനി എവിടെയാണെന്നല്ല. മക്കയിലും മദീനയിലും ജന്നത്തുൽ ബഖീലും ജന്നത്തുൽ മുഅല്ലയിലും ഒരു മനുഷ്യന്റെ മയ്യിത്ത് മറമാടാൻ സാധിക്കുന്നുവെങ്കിൽ അതിന് വലിയ പുണ്യമുണ്ടെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഒരു മയ്യിത്ത് ഒരു സ്ഥലത്ത് മരണപ്പെട്ടു കഴിഞ്ഞാൽ അതേ അവലംബനീയമായ ഏറ്റവും പ്രബലമായ അഭിപ്രായമനുസരിച്ച് ആ മരിച്ച സ്ഥലത്ത് അതിനോട് ചേർന്നുകൊണ്ട് ആ നാട്ടിലുള്ളവര് മറവ് ചെയ്യുന്ന ഖബർസ്ഥാനി ഏതാണോ ആ ഖബർസ്ഥാനിൽ മറവ് ചെയ്യണമെന്നാണ് നിയമം. ഉദാഹരണത്തിന് ദുബായിൽ വെച്ച് മരണപ്പെട്ടാൽ ദുബായിലെ മക്ബറയിൽ മറവ് ചെയ്യണമെന്നാണ് നിയമം. നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നല്ല. നാട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഹറാമുണ്ടോ ഇല്ലേ? അത് ദുബായിക്ക് മാത്രമല്ല, കോഴിക്കോട്ട് നിന്ന് മരിച്ചാൽ പയ്യോളിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ ഇല്ലേ? കർമ്മശാസ്ത്രജ്ഞന്മാർക്കിടയിൽ വലിയ ചർച്ചയുള്ളൊരു വിഷയമാണത്. മുഅത്തമദായ ഏറ്റവും പ്രബലമായ അഭിപ്രായം അനുസരിച്ച് അതാത് പ്രദേശത്തുള്ള മൈതാനി ഖബർസ്ഥാനി എവിടെയാണോ ആ ഖബർസ്ഥാനിയേക്കാൾ അകലെ മയ്യിത്തിനെ നീക്കം ചെയ്യുന്നത് ഹറാമാണ്. അങ്ങനെ വരുമ്പോൾ കോഴിക്കോട്ട് നിന്ന് മരിച്ച മയ്യിത്ത് കോഴിക്കോട്ട് മറവ് ചെയ്യണമെന്നാണ് നിയമം. ഖത്തറിൽ വെച്ച് മരിച്ച മയ്യിത്ത് ഖത്തറിൽ തന്നെ മറവ് ചെയ്യണമെന്നാണ് നിയമം. പ്രബലമായ നിലക്കുള്ള മസ്അല അങ്ങനെയാണ്. തുഹ്ഫ അടക്കമുള്ള ശാഫിഈ മദ്ഹബിലെ മുഴുവൻ ഗ്രന്ഥങ്ങളിലും അത് കാണാം. എന്നാൽ അവിടെ പണ്ഡിതന്മാര് പറഞ്ഞു ഒരു കാര്യം, ആ മയ്യിത്ത് ആ സ്ഥലത്തു നിന്ന് മാറ്റി മറവ് ചെയ്യുന്നതിനാൽ ഏതെങ്കിലും മഹാന്മാരായ സജ്ജനങ്ങളുടെ സമീപത്ത് കൊണ്ടുപോയി മറവ് ചെയ്യാൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ ജന്നത്തുൽ മുഅല്ലയിലോ ജന്നത്തുൽ ബഖീയിലോ അങ്ങനെ മദീനത്തെ മഖ്ബറയിലോ മക്കയിലെ മഖ്ബറയിലോ നീക്കം ചെയ്യാൻ പറ്റുമെങ്കിൽ അതിന് വിരോധമില്ലെന്ന് ചില പണ്ഡിതന്മാര് പറഞ്ഞു. മറ്റ് ചില പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തി. അതേ സമയത്ത് അങ്ങനെ ഒരു പ്രത്യേകതയില്ലെങ്കിൽ മരിച്ച മയ്യിത്ത് എവിടെ വെച്ചാണോ മരിച്ചത് അവിടെ തന്നെ മറവ് ചെയ്യലാണ് വേണ്ടത്. ചിലർക്കൊരു ധാരണയുണ്ട്, ദുബായിൽ നിന്നൊരാള് മരിച്ചാൽ ആ മയ്യിത്ത് നാട്ടിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഒരു മോശമല്ലേ, കുടുംബത്തിനൊരു മോശമല്ലേ, നാട്ടുകാർക്കൊരു മോശമല്ലേ എന്നൊരു ചിന്തയുണ്ട്. ആ ചിന്ത വിവരക്കേടാണ്. മയ്യിത്ത് ആ നിലക്ക് കൊണ്ടുവരുന്നത് ഹറാമാണെന്ന് തന്നെയാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മരിച്ച സ്ഥലത്തു നിന്ന് കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും അവിടെ വെച്ച് നിസ്കരിക്കുകയും ചെയ്തതിന് ശേഷം വേറെ സ്ഥലത്തേക്ക് മയ്യിത്ത് മാറ്റിക്കൊണ്ടുപോകുന്നത് കറാഹത്ത് മാത്രമേ ഉള്ളൂ, ഹറാമില്ല എന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരും ഉണ്ട്. ആ പണ്ഡിതന്മാരുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട്, അത് പ്രബലമായ അഭിപ്രായമല്ലെങ്കിലും ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മയ്യിത്ത് വിദേശങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്നത്. എത്രയും നല്ലത് കൊണ്ടുവരാതിരിക്കലാണ്. നിയമം അങ്ങനെയാണ്. ഇതിൽ ആർക്കും സംശയം വേണ്ട. അത് മനസ്സിലാക്കാത്തത് കൊണ്ട് ആരും നിർബന്ധിച്ച് മയ്യിത്തെങ്ങനെങ്കിലും എത്ര പൈസ മുതലായാലും എത്ര പിരിവെടുത്താലും 5 പൈസയും പ്ലെയിന് കൊടുക്കാനില്ലെങ്കിലും മയ്യിത്ത് നാട്ടിലെത്തിയേ പറ്റൂ എന്ന നിർബന്ധം ആരും പിടിക്കണ്ട. മറിച്ച് മരിച്ച മയ്യിത്ത് മരിച്ച സ്ഥലത്ത് തന്നെ മറവ് ചെയ്യലാണ് എത്രയോ ശ്രേഷ്ഠം എന്നല്ല, പ്രബലമായ അഭിപ്രായത്തിൽ നാട് മാറ്റിക്കൊണ്ടുപോകുന്ന നഖുൽ മയ്യിത്ത് മറ്റൊരു രാജ്യത്തേക്ക് നീക്കുന്നത് ഹറാമാണെന്ന് തന്നെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഖൗലുണ്ട്, ചില അഭിപ്രായങ്ങളുണ്ട്, അത് പ്രബലമായ അഭിപ്രായം അല്ല. ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്.